അതെ, മടിയൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുമല്ലേ? ഞാനിന്ന് കഴിച്ച എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ചോറും അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചേമ്പിൻ്റെ കറിയും അതേപോലെ ഇടിച്ച ചിക്കനും ആയിരുന്നേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ പറയാവേ. നമ്മൾ ചേമ്പുണ്ടല്ലോ, ചേമ്പെടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കാവേ. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് തൽക്കാലം കുക്കറിലേക്ക് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് കുക്കറിൽ വെക്കുമ്പം നമുക്ക് കുറച്ച് ഉപ്പും ഈ വെള്ളവും അതേപോലെ ഒരു പച്ചമുളകും ഒരു ഇച്ചിരി ഉള്ളിയും മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ വെള്ളം വെക്കുമ്പോഴേ ആ ചേമ്പിൻ്റെ മൂടി നിൽക്കുന്ന പോലെ വെള്ളം എടുക്കരുത്, അതിൻ്റെ കുറച്ചും കൂടെ കുറവായിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു 2 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും ചേമ്പ് അത്യാവശ്യം നല്ല വെന്ത മണം വരും കേട്ടോ. ആ മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാവേ. എന്നിട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പുണ്ടല്ലോ ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എന്തെങ്കിലും വെള്ളം നമുക്ക് കുറച്ചും കൂടെ കുറച്ച് മതിയായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ചേമ്പ് റെഡിയായിട്ടോ. ഇനി നമുക്ക് ഇടിച്ച ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കാവേ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കാവേ. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് സമയം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ചിക്കൻ ഒരു അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തു എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ചതച്ച് വെക്കാവേ. നന്നായിട്ട് ചതച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോളയും അതായത് ഒരു സവോളയും ഒരു 2-3 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാവേ. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ ഏലക്കയും പട്ടയും ഇതെല്ലാം നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കഴിയുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് നല്ലപോലെ ചതച്ച മുളക് അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ക്രഷ്ഡ് ചില്ലിയും ഈ സവോളയും ഉള്ളിയും ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഇപ്പോൾ ഈ വഴറ്റുന്നതിനകത്തോട്ട് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ഇടണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതാകുമ്പോൾ നമുക്ക് ഒരു കുത്തലൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ള ഇത് കിട്ടും. നമ്മൾ ആവശ്യത്തിന് മസാലയൊക്കെ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി മസാലകളൊന്നും അധികം ഇടണ്ട കേട്ടോ. ഇനി നന്നായിട്ട് ചതച്ച ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തോട്ട് നന്നായിട്ടിട്ട് വഴറ്റാവേ. വഴറ്റാന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണയിൽ വഴറ്റണ്ട, നമുക്കിതൊരു ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നന്നായിട്ട് വഴറ്റൂലേ അതുപോലെ ഡ്രൈ ആയിട്ട് നല്ല പോലെ നമ്മൾ ബീഫൊക്കെ വഴറ്റിയെടുക്കൂലേ ലാസ്റ്റ് നല്ല ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ അതേപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇനി ഒരു പാത്രത്തിലേക്ക് ചോറെടുക്കാം. ആവശ്യത്തിന് ഇടിച്ച ചിക്കനും ചേമ്പും ഒക്കെ വിളമ്പി അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.